ടെക് മീഡിയ സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫോൺ പല സമയത്തും സ്ലോ ആയി തോന്നാറുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആയി പോകാറുമുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനുള്ള സെറ്റിങ്സ് നമ്മുടെ ഫോണിനുള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സിലാവും വരുന്നുള്ളത്. അതിൽ ചില സെറ്റിങ്സുകൾ ചേഞ്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞു തരാം ഏതെല്ലാം സെറ്റിങ്സുകൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വീഡിയോ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഫോൺ സ്ലോ ആകുന്നതും ഹാങ് ആകുന്നതും സോൾവ് ചെയ്യുന്നതിനുള്ള 4 സെറ്റിങ്സിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് വരുമ്പോൾ നമുക്ക് പ്രൈവസി പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരിക. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അതിൽ സ്കാനിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസാണ് കാണാൻ സാധിക്കുന്നത്. ഇത് 2 ഓൺ ആയിരിക്കും. ഇത് ഓഫ് ചെയ്യുക. ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമല്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് ഓൺ ചെയ്താൽ മതി. ലൊക്കേഷൻ ബേസ്ഡ് സർവീസും ഫീച്ചേഴ്സും കിട്ടാൻ വേണ്ടി ആപ്ലിക്കേഷനെ അനുവദിക്കുന്ന ഓപ്ഷനാണിത്. ഇത് കാരണം നമ്മുടെ ഫോൺ നല്ല രീതിയിൽ സ്ലോ ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ആദ്യം ചെയ്യേണ്ടത് ഈ 2 ഓപ്ഷനും ഓഫ് ചെയ്യുക എന്നതാണ്. ഇനി അടുത്ത സെറ്റിങ്സ് പരിശോധിക്കാം. അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട്സ് ആൻഡ് സിങ്ക് എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ. ഇത് ഓപ്പൺ ചെയ്യുക. അവിടെ ഓട്ടോ സിങ്ക് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. ഇത് നമ്മുടെ ഫോണിനെ വളരെയധികം ഹാങ് ആക്കാനും സ്ലോ ആക്കാനുമുള്ള കാരണമാക്കുന്നു. പല ആപ്പുകളും ഒരുമിച്ച് സിങ്ക് ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഹാങ് ആയി പോയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ വളരെയധികം ഹാങ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ സ്ലോ ആവുന്നുണ്ട്. ഇങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ, അതായത് ഓട്ടോ സിങ്ക് ഡാറ്റ, ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റിങ്സിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻ, അതാണ് നമുക്ക് എടുക്കേണ്ടത്. അതെടുക്കുന്നതിന് വേണ്ടി ഫോണിൻ്റെ വേർഷനിൽ 7 തവണ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഓപ്ഷൻ കിട്ടും. അല്ലെങ്കിൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്താലും മതി. അതിൽ ആദ്യം ഈ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്യുക. അതിൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക. ഇതിൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും ഇപ്പം നമുക്ക് ആവശ്യമില്ല. താഴോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചധികം താഴോട്ട് പോരണം. അപ്പം താഴെ നമുക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ്. ഇതാണ് നമുക്ക് വേണ്ട ആ ഓപ്ഷൻ. ഇതിലിപ്പം സ്റ്റാൻഡേർഡ് ലിമിറ്റിലായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്, അറ്റ് മോസ്റ്റ് 1 പ്രോസസ്, 2 പ്രോസസ്, 3 പ്രോസസ്, 4 പ്രോസസ്, ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിത് 1 ആക്കാം, അല്ലെങ്കിൽ 2 ആക്കാം, 3 ആക്കാം, അങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അതൊക്കെ നമ്മുടെ ഫോണിൽ സ്ലോ ആക്കാനാണ് കാരണമാകുന്നത്. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒന്നിൽ സ്റ്റാൻഡേർഡ് എന്നത് മാറ്റിയിട്ട് നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് കൊടുക്കാം, അല്ലെങ്കിൽ അറ്റ് മോസ്റ്റ് 1 പ്രോസസ്സ് കൊടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രോസസ്സ് മാത്രം നടന്നാൽ മതി. അപ്പോൾ അറ്റ് മോസ്റ്റ് 1 പ്രോസസ്സ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ വളരെയധികം ഫാസ്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തായിട്ട് സെറ്റിങ്സിൽ പോയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നിട്ട് അതിൽ അഡീഷണൽ സെറ്റിങ്സ് എടുക്കുക. അതിൽ
ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു അടിപൊളി ഓപ്ഷനാണിത്. ഈ ആക്സസിബിലിറ്റിക്ക് അകത്തേക്ക് പോയിട്ട് അത് താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം റിമൂവ് ആനിമേഷൻസ്, അല്ലെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് സെർച്ച് ചെയ്താലും മതി, ഈ ഓപ്ഷൻ കിട്ടും. ഇതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ ഫോണിലെ ആനിമേഷൻസ് എല്ലാം ഓഫായി പോകും. ഇത്തരം ആനിമേഷന് നമ്മുടെ ഫോണിൽ വലിയ അത്യാവശ്യമായിട്ടോ കാര്യമുള്ളതല്ല. ഈ ആനിമേഷൻസ് എല്ലാം നമ്മുടെ ഫോണിനെ വളരെയധികം സ്ലോ ആക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന 4 സെറ്റിങ്സുകൾ നിങ്ങൾ ഫോണിൽ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ സെറ്റിങ്സ് എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഈ നല്ലവണ്ണം വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ, അതായത് മറന്നു പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം മാത്രം ഇത് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മതി.